ഹലോ. നമ്മൾ ഓരോരുത്തരും ജനിച്ചു വീഴുന്നത് പല പല സാഹചര്യത്തിലാണ് അല്ലെ. അത് നമ്മുടെ കൈകളിലല്ല അല്ലെ. പക്ഷേ നമ്മുടെ കൈകളിലുള്ള ഒന്നുണ്ട്. എന്താണെന്ന് അറിയാം? നമ്മൾ ജീവിക്കുന്ന ഓരോ നിമിഷവും അത് നമ്മുടെ കൈകളിലാണ്. നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനവും അത് നമ്മുടെ കൈകളിലാണ്. നമ്മൾ പാഴാക്കി കളയുന്ന സമയം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരു തീരുമാനവും എടുക്കാതെ നമ്മൾ ആ ഒരു സമയത്തെ വെറുതെ പഴിച്ചുകൊണ്ട്, സമയം വെറുതെ കളഞ്ഞുകൊണ്ട് നിങ്ങൾ നടക്കുന്ന ആ ഒരു സമയത്തിന്റെ വില മനസ്സിലാക്കാതെ നിങ്ങൾ എങ്ങനെയോ എന്തൊക്കെയോ ചെയ്ത് സമയം കളയുന്ന നിങ്ങളുടെ ഒരു ദിവസം, നിങ്ങളുടെ ജീവിതത്തിന്റെ നല്ല ഒരു ദിവസം അത് വെറുതെ നിങ്ങൾ പാഴാക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒരു സംഭവമാണ് സമയം എന്ന് പറയുന്നത് അല്ലെ. എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്ന ഒരു സമയമാണല്ലേ 24 hours. നിങ്ങൾ എപ്പോഴും ചോദിക്കുമായിരിക്കുമോ സമയം ഉണ്ടായിട്ട് മാത്രം മതിയോ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്തിയേ എന്നുള്ളതല്ലേ. നമുക്ക് കിട്ടുന്ന സമയം നമ്മൾ എങ്ങനെയാണ് വിനിയോഗിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ സക്സസിന് വേണ്ടിയിട്ടാണോ നമ്മൾ ഓരോ ദിവസവും യൂസ് ചെയ്യുന്നത്? 24 മണിക്കൂർ ഒരു ബുക്ക് എടുത്തിട്ട് നിങ്ങൾ എഴുതി നോക്കിയേ, ഇന്നത്തെ ഒരു ദിവസം 24 മണിക്കൂർ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്തത്? നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്തത്? നിങ്ങളുടെ സക്സസിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ഓടി 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 നടക്കുകയാണല്ലേ, ഓട്ടപ്പാച്ചിലാണല്ലേ, എങ്ങോട്ടാ ഈ ഓടി പോകുന്നത്? എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ജീവിതത്തിൽ നേടാൻ കഴിയുന്നുണ്ടോ? എപ്പോ നോക്കിയാലും ബിസിയാണ്, എപ്പോ നോക്കിയാലും. പക്ഷേ അറ്റ് ദ എൻഡ് എടുക്കുമ്പോൾ എന്താ നിങ്ങളുടെ കയ്യിലുള്ളത്? സീറോ ബാലൻസ് അല്ലേ. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ല അല്ലെ. എന്നിട്ട് പറയും എനിക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ടാണെന്നല്ലേ. ഭാഗ്യം കൊണ്ടുവരുന്നത് എന്താണ്? നിങ്ങൾ ചിന്തിക്കുന്ന നിങ്ങളുടെ ചിന്തകളാണ് ഭാഗ്യം കൊണ്ടുവരുന്നത്. നിങ്ങൾ എടുക്കുന്ന ഡിസിഷനാണ് നിങ്ങളിലേക്ക് ഭാഗ്യം കൊണ്ടുവരുന്നത്. നിങ്ങൾ വയസ്സായിട്ടൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഭാഗ്യം നിങ്ങളോടൊപ്പം ഉണ്ടാവും. മനസ്സിലായോ? നമ്മൾ എടുക്കുന്ന ഡിസിഷനാണ് നമ്മളിലേക്ക് ലക്കിനെ കൊണ്ടുവരുന്നത്. നമ്മൾ വെറുതെ ഇങ്ങനെ എല്ലാം കൊണ്ടു തരില്ല. നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ റൈറ്റ് ടൈമിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഭാഗ്യം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഓരോ സമയവും നിങ്ങൾ വെറുതെ പാഴാക്കാതെ നിങ്ങൾ എൻജോയ് ചെയ്ത് ജീവിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ ഗോളിലേക്ക് ഫോക്കസ് ചെയ്യുക, ഗോൾ സെറ്റ് ചെയ്യുക. ഇതുവരെയും നിങ്ങൾ സെറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈഫിൽ ഒരു വിജയം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്ത് ആ ഗോളിന് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിന്റെ ഒരു സക്സസ് നിങ്ങളിലേക്ക് എത്തുന്ന ദിവസം നിങ്ങൾ എപ്പോഴും ഡ്രീം ചെയ്യുക. താങ്ക് യു.